പിന്നെ എന്തൊക്കെയുണ്ട് വനജമോളെ വിശേഷങ്ങള്? കൊടൈക്കനാൽ യാത്രയൊക്കെ എങ്ങനെയായിരുന്നു? ബെഡ്റൂമിലേക്ക് വരുമ്പോ കുറെ കൂടെ മാനേഴ്സ് വേണ്ടേ? അത് പിന്നെ വനജമോളെ കണ്ട സന്തോഷം കൊണ്ട് അമ്മയിങ്ങി വന്നതല്ലേ. എനിക്കൊന്നും ഇഷ്ടല്ല. പ്രദീപേ, ആഹാ, മോനിവിടെ ഉണ്ടായിരുന്നോ? പ്രദീപേ, എനിക്കൊന്ന് കുളിക്കണം. വനജമോക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണമെങ്കിലേ ഞാൻ വിദ്യയോട് പറഞ്ഞ് ഉടനെ ചൂടാക്കിച്ചു തരാം. പ്രദീപേ, എനിക്കൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യണം. ഞാൻ നിൽക്കുന്നോണ്ടാണോ? എന്നാ അമ്മ പോയി ആ ചൂടോളം എടുത്തോണ്ട് വാ. പ്രദീപേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. സ്വന്തം മുറിയിലെങ്കിലും എനിക്ക് കുറച്ച് പ്രൈവസി വേണം. അമ്മയുടെ മുഖം എന്താ ഒരുമാതിരി തേള് കുത്തിയതുപോലെ. രണ്ടാമത്തെ മരുമകൾ മുറി നിറക്കി വിട്ടോ? ഞാൻ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കേ. പിന്നെ വിദ്യാട്ടത്തിയുടെ അടുത്തെടുക്കുന്ന അടവൊന്നും 2 ലക്ഷത്തിന്റെ ചെലവാകുകയല്ല. സൂക്ഷിച്ചും കണ്ടു നിന്നാ കൊള്ളാം. നീ പോടാ അവിടുന്ന്. ഞങ്ങളുടെ മുറി മാത്രം തൂക്കാനും തുടയ്ക്കാനും ഇവിടെ എന്താ ആളില്ലേ? നീ ഇന്നവരുടെ മുറി തുടച്ചില്ലേ വിദ്യേ? തുടച്ചു. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ആ, ചിലരുടെ മുറി ശരിക്കും വൃത്തിയാക്കിയില്ലെങ്കിൽ നാറും. ഈ പെർഫ്യൂമിന്റെയും ലാക്ടോകലാമിന്റെ ഒക്കെ നാറ്റേ എന്തൊരു ബോറാ ഇല്ലമ്മേ. ഇത് ആർക്ക് വെച്ചിരിക്കുന്ന അടി? അവനൊന്നും തിന്നുന്ന പാത്രമെങ്കിലും ഒന്ന് കഴുകി വെച്ചൂടെ? നാളെ നീ ഒരുത്തോണ്ട് പുറക്കേണ്ട. അന്നേരം ഞാൻ ചെയ്തോളാം. ആഹാ, പ്രസന്നെ പാത്രം കഴുകിക്കാൻ നിന്നോടാ പറഞ്ഞത്? എന്നെ കൊണ്ട് പറ്റില്ല. പ്രസന്നെ പൊയ്ക്കോട്ടെ പ്രസാദേ, ഞാൻ കഴുകി വെച്ചോളാം. വിദ്യാർത്ഥി ആ പാത്രം തുടരുത്. നിന്നോടാ പറഞ്ഞത്. എന്നെ കൊണ്ട് സൗകര്യമില്ലെന്ന് പറഞ്ഞില്ലേ പ്രസാദേ? എന്തിനാണ് അവളെ അടിച്ചത്? വലിയ ആളാവില്ലേ? ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ മൂത്തവരുണ്ട്. മൂത്തവരുടെ കഴിവുകൾ കൊണ്ടാ ഇവളിങ്ങനെ വഷളായത്. ഇനി മുതല് അവനവന്റെ ജോലി അവനവൻ തന്നെ അങ്ങ് ചെയ്താൽ മതി. നീ ആരാടാ അതൊക്കെ പറയാൻ? ഞാൻ ആരാണെന്ന് അമ്മയ്ക്ക് ഇതുവരെ അറിയില്ലേ? എടാ ശാന്ത, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. ശ്രീധര ബാക്കി തരാമെന്ന് പറഞ്ഞ ദിവസമായി ഇന്ന്. അവിടെ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടില്ല. കുറച്ചു ദിവസം വൈകുന്നല്ലാതെ അച്ഛൻ കൊണ്ടൊന്നും തരാതിരിക്കില്ല. ഇനി അങ്ങനെ വൈകാൻ ഒക്കില്ല. അന്തസ്സുള്ളവരാണെങ്കിൽ ഇന്നലെ കൊണ്ട് തരേണ്ടതല്ലേ? ചതിക്കുന്ന കൂട്ടരാ. ഒന്ന് ഓർമ്മിപ്പിക്കേണ്ട ചുമതല നമുക്കുള്ളതാ. ഞാനിപ്പോ എന്ത് ചെയ്യണം? വിദ്യയുടെ അച്ഛനെ പിടിച്ചേറ്റി അമ്മയുടെ കയ്യിൽ കൊണ്ടുവരണോ? അയ്യണ, അവിടെ വീട്ടുകാരുടെ കാര്യം പറയുമ്പോഴേക്കും അവന് 4 നാക്കാണല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വേഗം അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്. മോൾ ഒറ്റയ്ക്ക് കയറി ചെല്ലുമ്പോഴേ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകത്തുള്ളൂ.